welcome back to statistics class. Today I am going to take confidence interval for the proportion of success of a binomial population. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോർമൽ പോപ്പുലേഷൻ്റെ അവിടുത്തെ പാരാമീറ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലായിരുന്നു കണ്ടിരുന്നത്. അതായത് മ്യൂൻ്റെ കണ്ടു, അതേമാതിരി തന്നെ രണ്ട് പോപ്പുലേഷൻ ആണെങ്കിൽ അവിടുത്തെ മീനിൻ്റെ ഡിഫറൻസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ല് കണ്ടു. അതേമാതിരി തന്നെ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ല് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് സക്സസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ്. പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് അല്ലെങ്കിൽ സാമ്പിൾ പ്രൊപ്പോർഷൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം എന്താണെന്ന് കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ ദ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് എ ബൈനോമിയൽ പോപ്പുലേഷൻ. ഇവിടെ നമ്മൾ പി ഡാഷ് എന്ന് പറയുന്നത് സാമ്പിൾ പ്രൊപ്പോർഷനാണ്. ദാറ്റ് ഈസ് x/n എന്നാണ് നമ്മളുടെ പ്രൊപ്പോർഷൻ ഓഫ് സക്സസ് ഓഫ് സാമ്പിൾ സൈസ് n. Drawn from which distribution? Binomial distribution with parameters n and p. ഇവിടെ x ഫോളോ ചെയ്യുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n and p ആണ്. ഈ ഒരു കേസിൽ ഇവിടെ p അൺനോണും n നോൺ ആയിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളുടെ z എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്തായി മാറും? z എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഈ ഒരു കേസിൽ x മൈനസ് മീൻ എന്താ np ഡിവൈഡഡ് ബൈ ഇറ്റ്സ് NPQ ഇറ്റ്സ് വേരിയൻസ് എന്നാണ് അല്ലേ. വേരിയൻസ് എന്ന് പറഞ്ഞാൽ NPQ ആണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് NPQ. ഇത് ഫോളോ ചെയ്യുന്നത് ഏത് ഡിസ്ട്രിബ്യൂഷനാണ്? നമ്മൾ സ്റ്റാൻഡേർഡ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാൻഡർഡൈസ് ചെയ്താൽ ആ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ദിസ് ഫോളോസ് വിച്ച് ഡിസ്ട്രിബ്യൂഷൻ? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ 0 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് നമ്മളെ പ്രൊപ്പോർഷൻ ആണല്ലോ, അതായത് p ഡാഷ് എന്ന് പറഞ്ഞാൽ x/n എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ n കൊണ്ട് ഡിവൈഡ് ചെയ്യും. ആൻഡ് ഓൾസോ this also we will divide with n and this also we will divide with n. അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് x/n എന്ന് പറഞ്ഞാൽ p ഡാഷ് മൈനസ് എന്നും എന്നും ക്യാൻസൽ ആകുമ്പോൾ p എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഈ റൂട്ട് എന്നും താഴത്തെ റൂട്ട് എന്നും പോയാൽ താഴത്ത് ലെഫ്റ്റ് ചെയ്യുന്ന റൂട്ട് n ആണ്. അപ്പോൾ pq ബൈ റൂട്ട് n എന്നുള്ളത് ഒരു റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. p ഡാഷ് മൈനസ് p ഡിവൈഡഡ് ബൈ റൂട്ട് pq ബൈ n വിച്ച് ഫോളോസ് ഏത് ഡിസ്ട്രിബ്യൂഷനാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ സ്റ്റാൻഡേർഡ് നോർമൽ വിത്ത് മീൻ 0 and 1 ഫോർ ലാർജ് n. ഇനി നമ്മളുടെ ഏരിയ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമ്മളുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന് പ്രോബബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് z ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ആൽഫ ബൈ 2. ഇതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? 1 മൈനസ് ആൽഫയാണ്. ഇനി നമ്മളെന്താ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്? ഇവിടെ ഈ സെഡിൻ്റെ മോഡുലസ് ഓഫ് സെഡിൻ്റെ മോഡുലസ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ? മൈനസ് z ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ആൽഫ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ സെഡിന് നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡിറൈവ് ചെയ്ത സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുക. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് മൈനസ് z ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു p ഡാഷ് മൈനസ് p ഡിവൈഡഡ് ബൈ റൂട്ട് pq ബൈ n എന്നാവും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ആൽഫ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരുന്നത്? 1 മൈനസ് ആൽഫ എന്നാവും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് pq n നമ്മൾ ബോത്ത് സൈഡിലേക്കും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? നമുക്ക് കിട്ടുന്നത് പ്രോബബിലിറ്റി ഓഫ് മൈനസ് z ആൽഫ ബൈ 2 റൂട്ട് pq ബൈ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു p ഡാഷ് മൈനസ് p ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ആൽഫ ബൈ 2 റൂട്ട് pq ബൈ n വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ എന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് ഇവിടെ ഏതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? മീനിൻ്റെ അൺനോൺ പാരാമീറ്റർ ഏതാണ്? p ആണ്. അപ്പോൾ പീനെ അവിടെ നിർത്തിയിട്ട് ഈ p ഡാഷ് നമ്മൾ രണ്ട് സൈഡിലേക്കും വരും. അപ്പോൾ p ഡാഷ് അവിടെ പ്ലസ് ആണ്, ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ മൈനസ് ആയിരിക്കും. മൈനസ് p ഡാഷ് മൈനസ് z ആൽഫ ബൈ 2 റൂട്ട് pq ബൈ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് p ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് p ഡാഷ് പ്ലസ് z ആൽഫ ബൈ 2 ഇൻറ്റു റൂട്ട് pq ബൈ n വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ് വരിക? 1 മൈനസ് ആൽഫ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ -8 ഈ ഒരു ഇക്വേഷനെ നമ്മൾ -8 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മളുടെ ഈ ഒരു സിമ്പിൾ ലെസ് ദാൻ എന്നുള്ളതൊക്കെ ഗ്രേറ്റർ ദാൻ ആയി മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്നത്
എന്നാൽ പ്രോബബിലിറ്റി ഓഫ് പി ഡാഷ് മൈനസ് സെഡ് ആൽഫ ബൈ ടു പി ഡാഷ് മൈനസ് കൊണ്ട് ചെയ്യുമ്പോൾ പി ഡാഷ് പ്ലസ് സെഡ് ആൽഫ ബൈ ടു റൂട്ട് പി ക്യൂ ബൈ എൻ അടുത്തെന്താ വരിക വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി മൈനസ് പി എന്നാണല്ലോ, അതെന്ത് വരും പി എന്ന് വരും. ദെൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും പി ഡാഷ് മൈനസ് സെഡ് ആൽഫ ബൈ ടു റൂട്ട് പി ക്യൂ ബൈ എൻ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും 1 മൈനസ് ആൽഫ. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതും. അപ്പം നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അതുവരെയുള്ള സ്റ്റെപ്പ് നിങ്ങൾ നോട്ടിൽ എഴുതണം കേട്ടോ. നമുക്ക് കിട്ടുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് പി ഡാഷ് മൈനസ് സെഡ് ആൽഫ ബൈ ടു റൂട്ട് പി ക്യൂ ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഡാഷ് പ്ലസ് സെഡ് ആൽഫ ബൈ ടു റൂട്ട് പി ക്യൂ ബൈ എൻ എന്ന് പറഞ്ഞാൽ 1 മൈനസ് ആൽഫയാണ്. ഇവിടെ നമ്മൾ 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ പി എന്ന് പറയുന്നത് പി ഡാഷ് മൈനസ് സെഡ് ആൽഫ ബൈ ടു റൂട്ട് പി ക്യൂ ബൈ എൻ കോമ പി ഡാഷ് പ്ലസ് സെഡ് ആൽഫ ബൈ ടു റൂട്ട് പി ക്യൂ ബൈ എൻ എന്നാണ്. ഓക്കെ, ഇനി നമ്മളുടെ പി അൺനോൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പീനെ നമ്മൾ പി ഡാഷ് ആക്കി മാറ്റുക. അപ്പോൾ പി ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂ എന്തായിരിക്കും 1 മൈനസ് പി ഡാഷ് എന്നല്ല. അപ്പോൾ നമ്മൾ ക്യൂവിന് നമ്മൾ എന്ത് ചെയ്യുക, ക്യൂ ഡാഷ് ആക്കിയിട്ട് റീപ്ലേസ് ചെയ്യുക. അങ്ങനെയാണ് പിയും ക്യൂവും പി അൺനോൺ ആവുന്ന സമയത്ത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇൻ്റർവെല്ലാണ് പി ഡാഷ് മൈനസ് സെഡ് ആൽഫ ബൈ ടു റൂട്ട് പി ഡാഷ് ക്യൂ ഡാഷ് ബൈ എൻ പി ഡാഷ് പ്ലസ് സെഡ് ആൽഫ ബൈ ടു റൂട്ട് പി ഡാഷ് ക്യൂ ഡാഷ് ബൈ എൻ എന്നുള്ളത്. ഇവിടെ നമുക്ക് സെഡ് ആൽഫ ബൈ ടുവിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം നോർമൽ ടേബിൾസിൽ നിന്ന്. അങ്ങനെ ഫസ്റ്റ് 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണെങ്കിൽ അവിടുത്തെ ആൽഫ എന്ന് പറയുന്നത് 0.05 ആയിരിക്കും. ആൻഡ് സെഡ് ആൽഫ എന്ന് പറയുന്നത് 1.96 ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഈ സെഡ് ആൽഫാൻ്റെ വാല്യൂ ഈ ഒരു ഇൻ്റർവെല്ലിൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് പി ഡാഷ് മൈനസ് 1.96 റൂട്ട് ഓഫ് വി ഡാഷ് ക്യൂ ഡാഷ് ബൈ എന്നും കോമ പി ഡാഷ് പ്ലസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് പി ഡാഷ് ക്യൂ ഡാഷ് ബൈ എന്നും. അങ്ങനെ വേരിയൻസ് ലെവൽ ഓഫ് കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെൽ, അതായത് ഇവിടെ 95% ഉണ്ട്, ഇനി അടുത്ത് വരുന്നത് 99% ഉണ്ട്, അതേമാതിരി 98% കോൺഫിഡൻസ് ഇൻ്റർവെല്ലൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ സെഡ് ആൽഫ ബൈ ടുൻ്റെ വാല്യൂ കണ്ടെത്തുക എന്ന്. ഓക്കെ, അപ്പം ഇതെല്ലാം നോട്ടിൽ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് എടുക്കാൻ പോകുന്നത് നമ്മൾ ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് ഓഫ് ദ ഡിഫറൻസ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ടു ബൈനോമിയൽ പോപ്പുലേഷനാണ്. നമ്മൾ 2 ബൈനോമിയൽ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ്റെ ഡിഫറൻസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റഡിയിൽ നിന്ന് നമുക്കറിയാം ഈ ഡിഫറൻസ് ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് പറയുന്നത് ഫ്രം ദ സ്റ്റഡി ഓഫ് സാമ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഇറ്റ് ഈസ് നോൺ ദാറ്റ് ഡിഫറൻസ് ഓഫ് പ്രൊപ്പോർഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം 2 സാമ്പിൾ ഈസ് എന്താണ് വരിക, P1 ഡാഷ് മൈനസ് P2 ഡാഷ് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ ഏതാണ് ബൈ അഡിറ്റീവ് പ്രോപ്പർട്ടി. ഇറ്റ് ഫോളോസ് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും മക്കളെ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ n എന്നല്ല, ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആട്ടോ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് P1 മൈനസ് P2 ആൻഡ് റൂട്ട് ഓഫ് P1 Q1 ഡിവൈഡ് ബൈ N1 ആൻഡ് P2 Q2 ഡിവൈഡ് ബൈ N2 എന്നായിരിക്കും, വേർ N1 ആൻഡ് N2 ആർ ലാർജ്. ഓക്കെ, ഇനി നമ്മൾ N1 ആൻഡ് N2 ലാർജ് ആവുന്ന സമയത്ത് ഇതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ വിൽ ടെൻ ടു സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, Z ഈക്വൽ ടു P1 ഡാഷ് മൈനസ് P2 ഡാഷ് മൈനസ് P2 മൈനസ് P1 divided by root of P1 Q1 divided by N1 plus P2 Q2 divided by N2. This statistics follow which distribution, standard normal distribution for large N. Okay, ഇനി നമ്മളുടെ അക്കോർഡിംഗ് ടു ദ ഏരിയ പ്രോപ്പർട്ടി ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് Z
ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ ടു എന്ന് പറഞ്ഞാൽ 1 മൈനസ് ആൽഫയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ ഏരിയയാണ്. ദാറ്റ് ഈസ് ഇവിടെ സെഡ് ആൽഫ ബൈ ടുവിൻ്റെ വാല്യൂ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെഡ് ആൽഫ ബൈ ടുവിന് വാല്യൂ കൊടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇവിടെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോബിലിറ്റി ഓഫ് -1.96 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.96 വിച്ച് ഇസ് ഈക്വൽ ടു 0.95 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് ദിസ് വൺ ആണ്. P1 മൈനസ് P2ൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല് P1 ഡാഷ് മൈനസ് P2 ഡാഷ് minus 1.96 into root of P1 Q1 divided by N1 plus P2 Q2 divided by N2, comma P1 dash minus P2 dash minus 1.96 into root of P1 Q1 divided by N1 plus P2 Q2 divided by N2. ജനറൽ ആയിട്ട് നമുക്ക് 100 into 1 minus alpha percentage കോൺഫിഡൻസ് ഇൻ്റർവെൽ ആണെങ്കിൽ നമ്മൾ എന്താ ഇവിടെ എഴുതുക, സെഡ് ആൽഫ ബൈ ടു, ഇവിടെ സെഡ് ആൽഫ ബൈ ടു എന്ന് എഴുതും. ഇവിടെ നമ്മൾ നോക്കുന്നത് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ. അപ്പോൾ ആ വാല്യൂ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താണ്. ഇനി നമുക്കറിയാം ഇവിടുത്തെ P1 ഡാഷും P1ഉം Q1ഉം അതേമാതിരി P2 Q2 അൺനോൺ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിന് എസ്റ്റിമേറ്റ് കൊടുക്കും. P1 ഡാഷെന്നും പിന്നെ Q1 ഡാഷിന് Q1 ഡാഷ് എന്ന് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ ഈ P1ൻ്റെ സ്ഥലത്തൊക്കെ P1 ഡാഷ് എന്ന് എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് ഇത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് കണ്ടുപിടിച്ചത്. അതേമാതിരി തന്നെ നമുക്ക് 99ൻ്റെയും 98ൻ്റെയും ഒക്കെ കണ്ടുപിടിക്കുക. ആ 1.96 എന്നുള്ള സ്ഥലത്ത് നമ്മൾ 2.326ഉം 2.58 ആയിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഓക്കെ, ഈ ഒരു PDF ഈ ഒരു സെക്ഷൻ ഉണ്ട്, അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ പ്രോബ്ലത്തിലേക്ക് നമ്മൾ കിടക്കുക. ദാറ്റ് ഈസ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മെഡിക്കൽ സ്റ്റഡി ഷോഡ് 57 out of 300% failed to recover from a particular diseases. Find a 95% confidence interval for the mortality rate of diseases. ഇവിടെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 300 പേഷ്യൻറ്റിൽ നിന്ന് 57 ആൾക്കാർ എന്താണ് ഈ രോഗം മാറാൻ ഫെയിലായിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ ഡിസീസിൻ്റെ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മോർട്ടാലിറ്റി റേറ്റ് ഓഫ് ഡിസീസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് നമ്മളോട് ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ N ലാർജും ആണ്, അവിടുത്തെ P എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ്. അങ്ങനത്തെ കേസിലാണല്ലോ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി ഇവിടെ ഏതാണ് ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ സൊല്യൂഷൻ, ഗിവൺ ദ സാമ്പിൾ പ്രൊപ്പോർഷൻ ഓഫ് പേഷ്യൻസ് ഫെയിൽ ടു റിക്കവർ, ദാറ്റ് ഈസ് P ഡാഷ് എന്ന് പറയുന്നത് എന്താ, X/N എന്നാണ്. അപ്പോൾ ഇവിടുത്തെ X എന്ന് പറഞ്ഞാൽ 57 ആണ്. 57 ഡിവൈഡഡ് ബൈ 300 വിച്ച് ഈസ് ഈക്വൽ ടു 0.19. നമ്മുടെ സാമ്പിൾ പ്രൊപ്പോർഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.1 ആണ്. ആൻഡ് നമ്മളുടെ 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് നമ്മളോട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ സെഡ് ആൽഫ ബൈ ടുവിൻ്റെ വാല്യൂ 1.96 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജനറലായിട്ട് എഴുതുകയാണെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ P ഡാഷ് മൈനസ് സെഡ് ആൽഫ ബൈ ടു റൂട്ട് ഓഫ് P ഡാഷ് Q ഡാഷ് ബൈ N കോമ P ഡാഷ് പ്ലസ് സെഡ് ആൽഫ ബൈ ടു റൂട്ട് ഓഫ് P ഡാഷ് Q ഡാഷ് ബൈ N. ഇത് വേറൊരു ടെക്സ്റ്റിലാണ് അവിടെ ഡിനോട്ട് ചെയ്തത് നമ്മളുടെ പ്രൊപ്പോർഷന് P മേലെ ഡാഷ് എന്നാണ്, നമ്മൾ P ഡാഷ് ആക്കിയിട്ടാണ്. അപ്പോൾ ഇതിന് രണ്ടും ഒരേമാതിരി തന്നെ കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പം എന്നിട്ട് നമ്മളോട് 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സെഡ് ആൽഫ ബൈ ടു എന്ന് പറയുന്നത് 1.96 എന്ന് കിട്ടും. സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന് ടേബിളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് സെഡ് ആൽഫ ബൈ ടുവിൻ്റെ ഇത് കിട്ടും. അതേമാതിരി തന്നെ നമ്മളുടെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് P ഡാഷ് എന്താണ് കിട്ടുന്നത്. അപ്പോൾ P ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 57 ഡിവൈഡഡ് ബൈ 300 എന്ന് കിട്ടി വിച്ച് ഇസ് ഈക്വൽ ടു 0.19 കിട്ടി. അപ്പോൾ P ഡാഷ് കിട്ടിയാൽ Q കിട്ടൂലേ, എങ്ങനെയാണ് Q ഡാഷ് കിട്ടൂലേ, 1 മൈനസ് P ഡാഷ് ചെയ്താൽ മതി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് Q ഡാഷ് എന്ന് പറയുന്നത് 0.81 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അറിയാം N എന്ന് പറയുന്നത് എത്രയാണ്, നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ 300 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ നമുക്ക് കിട്ടിയ വാല്യൂസൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് 0.19 മൈനസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് 0.19 ഇൻറ്റു 0.81 ഡിവൈഡഡ് ബൈ 300
comma 0.19 plus 1.96 in root of 0.19 into 0.8 divided by 300. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇൻ്റർവെല്ലാണ് 0.146, 0.234 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ ദ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 0.146 ആൻഡ് 0.234 ആണ്. നെക്സ്റ്റ് പ്രോബ്ലം കൊടുത്തിരിക്കുന്നത് ഇൻ എ റാൻഡം സാമ്പിൾ ഓഫ് 400 ആർട്ടിക്കിൾസ് 40 ആർ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ്. ഓക്കെ, ഒബ്റ്റെയിൻ 90% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ ദ പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് സച്ച് ആർട്ടിക്കിൾസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കാണാൻ പറഞ്ഞത്? പ്രൊപ്പോർഷൻ ഓഫ് ഡിഫക്റ്റീവ്സ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 400 ആർട്ടിക്കിളിന് 40 എണ്ണമാണ് അവിടെ ഡിഫക്റ്റീവ് ആയത്. അപ്പോൾ നമ്മുടെ പി ഡാഷ് എന്ന് പറയുന്നത് 40 ഡിവൈഡഡ് ബൈ 400 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 0.1 എന്ന് വരും. ഓക്കെ, അപ്പോൾ 0.1 വരുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഏതാണ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറയുന്നത്? 90% ആണ്. അപ്പോൾ നമ്മളുടെ Z ആൽഫ ബൈ 2ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1.65 എന്നായിരിക്കും. നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവെൽ വരുന്നത് പി ഡാഷ് പ്ലസ് ഓർ മൈനസ് Z ആൽഫ ബൈ 2 റൂട്ട് പി ഡാഷ് ക്യൂ ഡാഷ് ബൈ N എന്നാണ്. ഇനി നമുക്ക് അറിയേണ്ടത് പി ഡാഷ് നമുക്ക് കണ്ടെത്തി, ഇനി ക്യൂ ഡാഷ് എന്താണ് അറിയണം? ദാറ്റ് ഈസ് 1 മൈനസ് 0.1 വിച്ച് ഈസ് ഈക്വൽ ടു 0.9 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ അതേമാതിരി N എന്ന് പറയുന്നത് ഇവിടെ എത്ര വരുന്നത്? 400 എന്നാണ്. അപ്പോൾ ഇതെല്ലാം വാല്യൂസ് നമ്മൾ ഇവിടെ കൊടുക്കും, അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. എന്നിട്ട് അത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇൻ്റർവെല്ലാണ് 0.0591, 0.1408 എന്നുള്ളത്. ഓക്കെ, ഇനി അതേമാതിരി ഒരു പ്രോബ്ലം തന്നെയാണ് ഇതും, അതൊന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ പ്രൊപ്പോർഷൻ്റെ ഡിഫറൻസിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആ പ്രോബ്ലം ഒന്ന് വായിക്കുക. സപ്പോസ് ദ കാർട്ടൂൺ നെറ്റ്വർക്ക് കണ്ടക്ട്സ് എ നാഷൻ വൈഡ് സർവേ ടു അസസ് വ്യൂവർ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് സൂപ്പർമാൻ. ഇവിടെ നമ്മളൊരു കാർട്ടൂൺ നെറ്റ്വർക്ക് ഒരു നാഷണൽ വൈഡ് സർവേ നടത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർമാനിന് ഉള്ള ആറ്റിറ്റ്യൂഡ്, കുട്ടികൾ സൂപ്പർമാനിനുള്ള ആറ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയിട്ടാണ്. യൂസിങ് എ സിമ്പിൾ റാൻഡം സാമ്പിൾ യൂസ് ചെയ്തിട്ട് അവർ 400 ആൺകുട്ടികളെയും 300 പെൺകുട്ടികളെയും ചൂസ് ചെയ്തു ഫോർ എ പെർട്ടിക്കുലർ സ്റ്റഡി. 40% ഓഫ് ദ ബോയ്സ് സേസ് ദാറ്റ് സൂപ്പർമാൻ ഇസ് ദെയർ ഫേവറേറ്റ് ക്യാരക്ടർ. 40% കുട്ടികൾ പറഞ്ഞു എന്താണ് അവരുടെ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സൂപ്പർമാൻ ആണ്. കമ്പയർഡ് ടു 30% ഓഫ് ദ ഗേൾസ് എന്ന് പറയുന്നത് 30% ആണ്. വാട്ട് ഈസ് ദ 90% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ ദ ട്രൂ ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ സൂപ്പർമാൻ. അപ്പോൾ നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത് സൊല്യൂഷനിലേക്ക് പോവുക. P1 ആൻഡ് P2 ഡു ദ പ്രൊപ്പോർഷൻ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് പ്രിഫർ സൂപ്പർമാൻ. അപ്പോൾ ഇവിടുത്തെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് P1ഉം P2 ആക്കി എടുക്കുക. അപ്പോൾ P1 ഡാഷും P2 ഡാഷും ആക്കി എടുക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് എന്താണ്? കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ P1 മൈനസ് P2 എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തു. x1 ബാർ divided by n1 minus x2 divided by n2 minus z alpha by 2 root p1 dash q1 dash divided by n1 plus p1 dash q1 dash divided by n2. ഇവിടെ മൈനസ് ഉള്ളിടത്ത് ഇവിടെ പ്ലസ് ആവും അടുത്ത ഇൻ്റർവെല്ലിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇതാണ് ഇൻ്റർവെൽ. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നേരത്തെ പഠിപ്പിച്ചത് ഇതല്ലല്ലോ, സെയിം തന്നെയല്ല. അവിടെ എന്താ നമ്മൾ പഠിപ്പിച്ചിരുന്നത്? P1 dash മൈനസ് P2 dash. P1 dash എന്ന് പറഞ്ഞാൽ എന്താണ്? x1 by n1 അല്ലേ. അതേമാതിരി P2 എന്ന് പറഞ്ഞാൽ x2 by n2. അത് ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളതും ഇത് വേറൊരു ടെക്സ്റ്റ് ഒന്നും എടുത്ത പ്രോബ്ലം അല്ല. ആ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളോട് ഏത് കോൺഫിഡൻസ് ഇൻ്റർവെല്ലാണ് കാണാൻ പറഞ്ഞത്? 90% ആണ്. അപ്പോൾ നമ്മൾ Z ആൽഫ ബൈ 2ൻ്റെ വാല്യൂ എത്രയാണ്? 1.65 എന്ന് കണ്ടെത്തി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് N1 ആണ്. N1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 ബോയ്സ് ആണ് അല്ലേ. അതാണ് N1 ആക്കി എടുക്കുന്നത്. N2 എന്ന് പറഞ്ഞാൽ 300 ഗേൾസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് P1 ഡാഷ് ആണ് അല്ലേ. പ്രൊപ്പോർഷനാണ് കാണേണ്ടത്. അതായത് 40% ഓഫ് പീപ്പിൾ എന്നാണ് പറയുക. അപ്പോൾ 0.4. ദെൻ P2 അല്ലേ. P2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30% ആണ്. അപ്പം നമുക്ക് അവിടെ വരുന്നത് 0.3 ആണ്. പ്രൊപ്പോർഷൻസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂസാണ് 0.041 ആൻഡ് 0.159 എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും മിസ്സിനെ കോൺടാക്റ്റ് ചെയ്യുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക, പെൻഡിങ് ആക്കി വെക്കരുത്. ചെയ്യുന്ന വർക്കൊക്കെ അപ് ടു ഡേറ്റ് ആക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.